ഗുഡ് ഈവനിങ്. വെരി ഗുഡ് ഈവനിങ്. എന്തായാലും സഞ്ജി നമുക്ക് കിട്ടിയിട്ടുള്ളത് രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള അതിഥികളാണ്. ഒരുപക്ഷെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ ഡോക്ടേഴ്സായിട്ട് അവരവരുടെ മേഖലകളിൽ പ്രൂവൻഡ് ആയിട്ടുള്ള രണ്ട് വ്യക്തികൾ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാള് മെഡിസിൻ ആ ഒരു മേഖലയിൽ ഡോക്ടർ ആണെങ്കിൽ മറ്റൊരാൾ ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത് ഒരുപക്ഷെ എന്തിനാണ്, ട്രെയിനിങ്ങിലാണ്. ഒരുപക്ഷെ ഒരു 14 വർഷത്തെ എക്സ്പീരിയൻസ് ഒരാൾ ട്രെയിനിങ് ഉണ്ടാക്കിയെടുക്കാന്ന് പറഞ്ഞ ഒരു ചെറിയ കാലയളവല്ല. നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യം. തീർച്ചയായും. അതുപോലെ തന്നെ ഒരു വ്യക്തി ഡോക്ടർ പ്രൊഫഷൻ വിട്ട് അവിടുന്ന് ഇന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള മേഖലയെ പറ്റി പഠിക്കാനും അതിനെപ്പറ്റി പഠിപ്പിക്കാനും ഒക്കെ ഇറങ്ങിത്തിരിക്കാന്ന് പറഞ്ഞാൽ അത് ഒരു പുതുമയുള്ള ആശയമായിട്ട് എവിടെയും നമുക്ക് എന്ത് ചെയ്യാം, അവതരിപ്പിക്കാൻ പറ്റും. അപ്പൊ എന്ത് തന്നെയായാലും രണ്ടുപേരും ഇന്ന് ഒരു മേഖലയെ പറ്റി സംസാരിക്കാൻ വേണ്ടി, അല്ലെ ഒരു മേഖലയെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒത്തുകൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഡോക്ടർ കരീം സാറിനോടാണ് ചോദിക്കാനുള്ളത്. മറ്റൊന്നുമല്ല, സാർ ഒരു ഡോക്ടർ പ്രൊഫഷനിൽ നിന്ന് വന്നിട്ട് ഇന്നിപ്പോ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു കണക്റ്റഡ് അല്ലാത്ത ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ, ഒരുപക്ഷെ അതിൽ ഒരു അക്കാഡമി ക്രിയേറ്റ് ചെയ്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിന് ബ്ലോക്ക് ചെയിനിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, ബ്ലോക്ക് ചെയിനെ പറ്റി ക്രിപ്റ്റോയെ പറ്റി ഒരുപാട് ആളുകൾ പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ആ മേഖലയിൽ വരുന്നുണ്ട്. പക്ഷെ അതിന് ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുക, അവയർനെസ് കൊടുക്കുക, അതിനെ ഒരു അടുത്ത ലെവലിലേക്ക് എടുത്തു വെക്കുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയെ, എസ്പെഷ്യലി ഒരു ഡോക്ടർ മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള സാറിന്റെ വാക്കുകൾ എന്തായാലും നമുക്ക് ആവശ്യമാണ്. സാറിന്റെ വാക്കുകളിലേക്ക് നമുക്ക് കിടക്കാം. തീർച്ചയായിട്ടും. താങ്ക് യു ഫോർ കോളിംഗ് മീ. എന്റെ പേര് ഡോക്ടർ ജീവൻ, ചങ്ങനാശ്ശേരി സ്വദേശിയാണ്. എനിക്ക് ശരിക്കും പറയുന്നത് ഞാൻ ഡെന്റൽ സർജൻ ആണ് പോയി പ്രൊഫഷൻ. ഒരു ചെറിയൊരു റീവാച്ച് അല്ലെങ്കിൽ പഴയ ഒരു കഥ പറയാനുള്ള കഥയെല്ലാം നടന്ന കാര്യമാണ്. ഞാൻ 2010 സമയത്ത് ഞങ്ങൾ ഓൾമോസ്റ്റ് പഠിച്ചിറങ്ങുന്ന ഒരു തേർഡ് ഇയർ ആ ഒരു സമയത്തൊക്കെ എന്നോട് ഒരു ഫ്രണ്ട് ഒരിക്കലും സജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, എടാ ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞ സംഭവം. ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞാൽ എന്തോ എനിക്കറിയില്ല, പക്ഷെ എന്നോട് പറഞ്ഞ അദ്ദേഹം ഒരു കാര്യമുണ്ട്, ഇതിന് വില കൂടാൻ ചാൻസ് ഉണ്ട്. ഞാനൊരു 10 വാങ്ങിച്ചു വെച്ചു, നീയും 10 വാങ്ങിച്ചു വെച്ചു. ഇത്രയാണ് ആദ്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ കേൾക്കുന്നത്. ബട്ട് അന്നെന്ന് പറഞ്ഞാല് ഒന്നും അറിയില്ല, വില കൂടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഏതൊരു കാര്യമായാലും പുതിയ മേഖലയായാലും അതിനെ നമ്മൾ എതിർക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വാഭാവിക നേച്ചർ ആയതുകൊണ്ട് തന്നെ ഞാൻ അതിനെ സീരിയസ് ആയിട്ട് കണ്ടില്ല. മാത്രമല്ല മറ്റൊരു വ്യക്തിയോട് സജഷൻ ചോദിച്ചപ്പോഴത്തേക്കും വെറുതെ നിന്റെ കാശ് കളയണ്ട എന്നുള്ളതായിരുന്നു എനിക്ക് കിട്ടിയ ഉത്തരം. പക്ഷെ അതുകൊണ്ട് ഞാൻ എന്നത് ഉപേക്ഷിച്ചു. പക്ഷെ ഇന്ന് അതേ ബിറ്റ്കോയിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിന്റെ 34 ലക്ഷം രൂപ, 38 ലക്ഷം രൂപ, ഒരു സമയത്ത് 50 ലക്ഷം രൂപ വരെയൊക്കെ പോയിരുന്നു. അപ്പം അവിടെ നിന്നുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ഏകദേശം ഒരു വർഷം മുമ്പ് ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴത്തേക്കും രണ്ട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. ഒന്ന്, ഏതൊരു പുതിയ മേഖലയായാലും അതിനെ ആൾക്കാർ റെസിസ്റ്റ് ചെയ്ത് തെറ്റില്ല. പക്ഷെ അതിനോടൊപ്പം തന്നെ അതിനകത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ന് എവിടെ നോക്കിയാലും ക്രിപ്റ്റോ കറൻസി അറിയാം, അല്ലെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ യൂസേഴ്സ് ഉള്ള രാജ്യം, ക്രിപ്റ്റോ യൂസേഴ്സ് ഉള്ള രാജ്യം ഇന്ന് ഇന്ത്യയാണ് എന്നൊക്കെ പറയുമ്പോഴും ശരിക്കും നമ്മുടെ നാട്ടുകാർ വിചാരിക്കുന്നത് ചില കറൻസികൾ ലൈക്ക് നിങ്ങളെല്ലാം ഒരുപക്ഷെ ന്യൂസിലൊക്കെ ഉണ്ടാവും, ഷിബായിനു, ഡോജ്, എലോൺ മസ്ക് സപ്പോർട്ട് ചെയ്യുന്ന പല ന്യൂസുകൾ കേൾക്കും. ഒരു 10,000 രൂപ മുടക്കി ഒരു കറൻസി മേടിച്ചു വെക്കുന്നതാണോ ശരിക്കും പറഞ്ഞാൽ ക്രിപ്റ്റോ കറൻസിയിലൂടെ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു രീതി? അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കൺഫ്യൂസ് ആയി പോകും. അത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും തെറ്റാണ്. ക്രിപ്റ്റോയെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതിയോ. ഇതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഈ പറയുന്ന കറൻസികളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും അതിന്റെ വില കുറയാനും ചാൻസ് ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരു നല്ല പണം ഒരുപക്ഷെ നഷ്ടപ്പെട്ടായാലും ചില കാര്യങ്ങൾ പഠിക്കാൻ എന്നുള്ളൊരു മനസ്സിലേക്ക് വരുന്ന ആൾക്കാർ മാത്രമേ ശരിക്കും ക്രിപ്റ്റോ കറൻസി എന്ന മേഖലയിലേക്ക് ഒരു ഇൻവെസ്റ്ററായി മാറേണ്ട ആവശ്യമുള്ളൂ. അത് അതിനുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ആൾക്കാർക്ക് പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഇന്ന് ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയിൻ എഡ്യൂക്കേറ്റേഴ്സ് ലൈക്ക് എന്നൊക്കെ ഷാജാൻ സാറിനെ കുറിച്ച് പറഞ്ഞ 15-20 വർഷം മുതൽ ഇന്റർനാഷണൽ ട്രെയിനറാണ് അദ്ദേഹം. ബട്ട് ക്രിപ്റ്റോ എഡ്യൂക്കേറ്റർ എന്നൊരു മേഖല ശരിക്കും പറഞ്ഞാൽ പുതിയതായി എല്ലാവർക്കും വേണ്ടതായി തോന്നുന്നു. എഡ്യൂക്കേഷൻ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയി ഫീൽ ചെയ്തത്. അതുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷമായി ഞാൻ ഇതിലൂടെ ട്രാവൽ ചെയ്യുന്നു. തീർച്ചയായിട്ടും വരുന്ന ഒരു മാസത്തിനകത്ത് തന്നെ കുറെ പുതിയ കാര്യങ്ങൾ ഇന്ത്യയിലെ എല്ലാ വ്യക്തികൾക്കും ക്രിപ്റ്റോയെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ എത്തിക്കുക എന്നൊരു രീതിയിലേക്ക് ഞാനിപ്പോ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. തീർച്ചയായിട്ടും പുതിയ കാര്യങ്ങൾ ഉടനെ തന്നെ പുതിയ ന്യൂസുകൾ പലരും എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. തീർച്ചയായിട്ടും താങ്ക് യു. ചെറിയൊരു ബൈറ്റ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നമുക്ക് സമയത്ത് തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും നന്ദി പറയേണ്ടത് ഞങ്ങളാണ്. കാരണം മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് വരുന്ന പുതിയ കൺസെപ്റ്റുകളെ ഏറ്റെടുക്കാൻ നിങ്ങളെപ്പോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ മുന്നോട്ട് വരുന്നു എന്നതിന്റെ വലിയൊരു കാര്യമാണ്. ഒരുപാട് ആളുകൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇന്നും ഒരു കാര്യവും മനസ്സിലാവാതെ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച്, ആ മേഖലയെ കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ. നമുക്ക് ഷാജഹാൻ സാറിലേക്ക് വരുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ 15-20 വർഷത്തോളമായി
ട്രെയിനിങ് ഫീൽഡിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, ട്രെയിനിങ് ഫീൽഡിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള, ഈവൻ ഇപ്പോ ക്രിപ്റ്റോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ എക്സ്പേർട്ട് ആയിട്ടുള്ള അദ്ദേഹം ഈ ഒരു മേഖലയിലേക്ക് വരുന്ന സമയത്ത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം എന്റെ മനസ്സിൽ എപ്പോഴും തോന്നാറുണ്ട്. വൈ, എന്തുകൊണ്ടാണ് ആളുകൾ ക്രിപ്റ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മേഖലയിലേക്ക് വരാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള റീസൺ, ഇതിന്റെ ഫ്യൂച്ചർ എന്താണ്, നാളത്തെ ഭാവിയിൽ ഇതിന്റെ എന്താ പറയുക, ഇന്ത്യ പോലത്തെ ഒരു രാഷ്ട്രത്തിൽ ഇതിന്റെ നിയമസാധുത അല്ലെങ്കിൽ സ്കോപ്പ് എത്രത്തോളമാണ്, അതിനെക്കുറിച്ചൊന്ന് ഷാജഹാൻ സാറിനോട് വിനീതമായി ചോദിക്കാം. തീർച്ചയായും സാറിന്റെ. Very good evening. Thank you for inviting me for your wonderful session. ഞാൻ കുറെ വർഷങ്ങളായിട്ട് കോർപ്പറേറ്റ് ട്രെയിനിങ്, എസ്പെഷ്യലി കോർപ്പറേറ്റിന്റെ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട മേഖലകളെല്ലാം ട്രെയിനിങ് ഒക്കെ നമ്മൾ ആസ് എ ട്രെയിനർ അല്ലെങ്കിൽ ആസ് എ എഡ്യൂക്കേറ്റർ എന്നുള്ള രീതിയിൽ നമ്മളെപ്പോഴും കാലഘട്ടത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്താണെന്നും അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിനെ യഥാർത്ഥ രീതിയിൽ പഠിക്കുകയും അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാക്കുകയും അത് ആളുകളിലേക്ക് യഥാർത്ഥ രീതിയിൽ കൺവേ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ട്രെയിനർ എന്ന നിലയ്ക്ക് എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം ആളുകൾ സാധാരണ നമ്മൾ ജനറലി പറയുന്ന പോലെയല്ല. അപ്പൊ ഞാൻ ആളുകളുടെ അടുത്ത് നിങ്ങൾ ഇത് ചെയ്യൂ എന്ന് പറയുമ്പോൾ ആളുകൾ അത് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതെന്റെ വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം ഞാൻ പറയുന്നതിനെ കുറിച്ച് ഞാൻ സ്റ്റഡീഡ് ആയിരിക്കണം, അത് പറയുന്നതിനെ കുറിച്ച് എനിക്ക് ഓതന്റിക്കായ നോളേജ് വേണം. കാരണം അത് ആളുകൾ നമുക്ക് തരുന്നൊരു വാല്യൂ ആണ്, നമ്മുടെ പ്രൊഫൈലിന് അല്ലെങ്കിൽ നമ്മുടെ ഇത്രയും എക്സ്പീരിയൻസിന് ആളുകൾ റെസ്പെക്ട് ചെയ്താണ്. അപ്പൊ സ്വാഭാവികമായും ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ ബ്ലോക്ക് ചെയിൻ, ക്രിപ്റ്റോ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഞാൻ 2014 തൊട്ട് ഞാൻ വളരെ സീരിയസ് ആയി ഇത് ലേൺ ചെയ്തു. ഞാൻ അതിന്റെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുകയും ചെയ്യുകയൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഞാൻ വളരെ സീരിയസ് ആയി എന്താണ് ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനും അതിനുവേണ്ടി റിസർച്ച് ചെയ്യാനും കുറെ സമയം കണ്ടെത്തുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശങ്ങളിൽ ആളുകൾ കുറച്ചുകൂടി ഇതിനെ കുറിച്ച് മനസ്സിലാക്കുകയും ഇത് ആവശ്യമാണെന്ന് മനസ്സിലാക്കുകയും ഇതിന്റെ നോളേജ് ആവശ്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത് അടുത്ത കാലത്ത് നമ്മൾ പ്രത്യേകിച്ച് ലോക്ക്ഡൌണിന് ശേഷം ക്രിപ്റ്റോ വീട്ടിലുണ്ടായ ഒരു ട്രെൻഡും ഒക്കെ. പിന്നെ ഇന്ത്യയിൽ ഒരു വലിയ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുന്നത് ഇന്ത്യക്കാരാണ്. ഇന്ത്യയിൽ ഒരു വലിയ സാധ്യത ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾക്കും അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിനുമായും ക്രിപ്റ്റോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ വളരെ വലിയ സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പൊ കുറെ ആളുകൾ ചോദിക്കുന്ന ചോദ്യം, ഇതിന് എത്രത്തോളം ഇന്ത്യയിൽ സ്കോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നാളെ ഇന്ത്യയിൽ ഒരു ബാനിങ് വരുമോ എന്നൊക്കെ ചോദിക്കും. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഒരു പുതിയ ആശയത്തെ അല്ലെങ്കിൽ പുതിയ മാറ്റത്തെ, ഒരു റെവല്യൂഷണറായ ഒരു കാര്യത്തെ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് ബാൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. റെഗുലേഷൻസ് വരും, പല ലൂപ്പുകളും ഉള്ളത് കൊണ്ട് ഇതിന്റെ മറവിൽ ഒരുപാട് സ്കാമുകളും ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ കണ്ടതാണ് മറ്റു പല സിസ്റ്റങ്ങളും. അപ്പൊ ഒരു പ്രോപ്പർ റെഗുലേഷൻ വരിക അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നിയമ സാധ്യതകൾ വരിക എന്ന് പറയുന്നത് ആസ് എ എഡ്യൂക്കേറ്റർ എന്ന നിലക്കും ഇൻഫ്ലുവൻസർ എന്ന നിലക്കും ഇത്തരത്തിൽ ഈ ബിസിനസ്സിനെ ഈ മേഖലയെ ഇഷ്ടപ്പെടുന്ന ഒരാളെ ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ട് കാണും. കാരണം അതിന്റെ അർത്ഥം തന്നെ ഇതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത നല്ല സാധനമായി മാറുന്നു. ഒരുപാട് ആളുകൾക്ക് ഈ ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യാൻ പറ്റുന്നു, അതിനുള്ളത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായ കാര്യമാണ്. പിന്നെ നിയമത്തിന്റെ പരിരക്ഷ വരുമ്പോൾ ടെൻഷൻ അടിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് എനിക്ക് എന്താണ് ഈ നിയമം വരാൻ പോകുന്നതെന്നോ അല്ലെങ്കിൽ എന്താണ് സംഭവം ആളുകൾ ബാൻ ചെയ്യുമെന്നോ ചോദിച്ചാൽ അതൊന്നും ഒരിക്കലും പോസിബിൾ ആയ ഒരു കാര്യമാണ്. കാരണം ലോകം തന്നെ ഇന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന റെവല്യൂഷണറി ചേഞ്ച് ആണ്. അപ്പൊ അതൊരു ബാനിങ്ങിലേക്കുള്ള ഒരു പ്രോപ്പർ റെഗുലേഷൻസ് വരും. ഞാൻ പക്ഷെ അതിന് വളരെ പോസിറ്റീവായി വളരെ എന്താ പറയാ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. കാരണം അത് വരട്ടെ. കാരണം ആളുകളിലേക്ക് പ്രോപ്പറായ നോളജ് എത്തുകയും പ്രോപ്പറായ ആളുകൾ ഇതിനെ കുറിച്ച് മനസ്സിലാക്കുകയും ഈ അവസരം ഈ ഓപ്പർച്യൂണിറ്റി നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ആളുകൾക്ക് ഇതിന്റെ സാധ്യതകൾ ഉപയോഗിക്കാനും മറ്റും പറ്റട്ടെ, അതിന് ഇത്തരത്തിലുള്ള നിയമ സാധ്യതകൾ വരട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം അതിന്റെ ഇടയ്ക്ക് ഡോക്ടർ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ നമുക്കറിയാം, ഞാൻ ഈ മേഖലയെ കുറിച്ച് കൂടുതൽ അറിവുള്ള ഒരാളല്ല, പക്ഷെ ഇതിനെക്കുറിച്ച് അറിഞ്ഞു വന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരുപാട് ആളുകൾ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായ ഒരു എഡ്യൂക്കേഷൻ പ്രോസസ് ഇവിടെ കറക്റ്റ് ആയിട്ട് നടക്കുന്നില്ല. ഇപ്പം നിങ്ങൾ രണ്ടുപേരാണെങ്കിലും ഈ ഒരു എഡ്യൂക്കേഷൻ മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. സോ ഇപ്പോ ലോകത്ത് എത്ര ശതമാനം ആളുകൾ ഈ ക്രിപ്റ്റോയുടെ സാധ്യത മനസ്സിലാക്കിയിട്ടുണ്ട്, അത് എത്രത്തോളം ഇൻ ഫ്യൂച്ചറിൽ അതിന്റെ ഒരു സ്കോപ്പ് മീൻസ് ഡെവലപ്മെന്റ്സ് ഉണ്ടാവും? പിന്നെ എനിക്ക് മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പോ നിങ്ങൾ ഇതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഉണ്ടാവുന്ന ഒരു സംശയം, നിങ്ങൾക്കുള്ള എഡ്യൂക്കേഷൻ ഇതിനുള്ള കോഴ്സുകളോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസോ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും തരത്തിൽ ബ്ലോക്ക് ചെയിൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇന്റർനാഷണൽ കോഴ്സുകളോ കാര്യങ്ങളോ മറ്റോ ഉണ്ടോ?
തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു കോഴ്സുകളെ കുറിച്ച് സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള വ്യക്തി അദ്ദേഹം ഷാജാൻ സാർ തന്നെയായിരിക്കും. പക്ഷേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന് തീർച്ചയായിട്ടും കറക്റ്റായിട്ട് ആൻസർ നമ്മൾ കൊടുത്തതാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ യൂസേഴ്സ് ശരിക്കും പറഞ്ഞാൽ യൂസേഴ്സ് ആണ്, ഹോൾഡിംഗ്സ് അല്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. അതായത് യൂസേഴ്സ്, നമ്പർ ഓഫ് യൂസേഴ്സ് ഏറ്റവും കൂടുതലുള്ള രാജ്യം ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയാണ്. ഓക്കെ, ലോകത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോ ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു എക്സ്ചേഞ്ച്, പല ആൾക്കാരും പെയ്ഡായിട്ട് പല എക്സ്ചേഞ്ചുകളെ നമുക്ക് പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ അതിന്റെ ആവശ്യമില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്സ്ചേഞ്ച് ആയ ഒസറക്സ്, അതിനുശേഷം സെറ്റ്പേ, ജിയോട്ടോസ്, നിങ്ങൾ ഏത് ഉപയോഗിച്ചാലും ഇന്ത്യയിലെ കണക്കുകൾ പറയുന്നത് ഏകദേശം ജസ്റ്റ് ബിലോ 4% ആൾക്കാർ മാത്രമേ ഇതെന്താണെന്ന് പോലും മനസ്സിലാക്കിയിട്ടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അത് ലോകത്തിലെ കണക്കുകൾ ഒട്ടും വ്യത്യസ്തമല്ല. മേ ബി അതിലും ബിലോയിലേക്ക് പോകാനാണ് ചാൻസ്. അപ്പം ഇതിന്റെ ക്രിപ്റ്റോയെ കുറിച്ച് നമുക്ക് ബേസിക്കലി ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. ഒരു ക്രിപ്റ്റോ കറൻസി വരുമ്പോഴത്തേക്കും ഉദാഹരണത്തിന് ബിറ്റ് കോയിൻ, ഞാൻ ആദ്യം ചിന്തിച്ചുകൊണ്ടിരുന്നത് ബിറ്റ് കോയിൻ എന്ന് പറയുന്ന കറൻസികളൊക്കെ ആരുടെ പ്രൈവറ്റ് കറൻസികളാണ് എന്നുള്ളതാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അതല്ല യാഥാർത്ഥ്യം. ഇതൊക്കെ ഒരു പബ്ലിക് ലെഡ്ജറാണ്. അതായത് ഒരു ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞ കറൻസി മൊത്തത്തിൽ മാർക്കറ്റ് സപ്ലൈ ഉള്ളത് 2,10,00,000 ബിറ്റ് കോയിൻ ആണ്. അതിൽ ഏകദേശം 1,80,00,000 ബിറ്റ് കോയിൻ ഓൾറെഡി മാർക്കറ്റിൽ വന്നു കഴിഞ്ഞു. മൈനിങ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൽ കോംപ്ലക്സ് പ്രൊസീജിയർ ആയിട്ട് കിടക്കുന്നില്ല. പക്ഷെ വരുന്ന ഒരു 30 ലക്ഷത്തോളം ബിറ്റ് കോയിൻ മൈൻ ചെയ്ത് വരാൻ ഇനി ഏകദേശം 250 വർഷങ്ങൾ എടുക്കും എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതിനനുസരിച്ച് തന്നെ ഈ ഓരോ സമയത്തും കൂടുതൽ യൂസേഴ്സ് ഇത് മനസ്സിലാക്കുന്നു. അതായത് ലോകത്തിലെ ഏതൊരു പ്രൊഡക്റ്റ് ആയാലും ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറവാണെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ വാല്യൂ കൂടാം. അത്രേ മാത്രമേ ഉള്ളൂ ഇതിന്റെ ഒരു ടെക്നോളജി. അതുകൊണ്ട് തന്നെ ഇനിയും ധാരാളം ആൾക്കാർ ഈ ഒരു ക്രിപ്റ്റോനെ കുറിച്ച് മനസ്സിലാക്കി ഇതിലേക്ക് കടന്നു വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്ന് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ചില കറൻസികൾ, തീർച്ചയായിട്ടും ഞാൻ ഇതിനെ അഡ്വക്കേറ്റ് ചെയ്യുന്നതിനാണെന്നുണ്ടെങ്കിലും ചില 3-4 കറൻസികൾ നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെയുള്ള ചില കറൻസികൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോങ് ടേം അതിന്റെ വില കൂടും എന്നുള്ളത് 100% ആണ്. ബിക്കോസ് യൂസേഴ്സ് ആർ ഇൻക്രീസ്. അപ്പൊ അതിന്റെ ധാരാളം കോഴ്സും സ്ട്രക്ചേഴ്സും ഓൾറെഡി പല ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളുടെയും കൂടി ഒരു അംബാസഡർ കൂടിയാണ് ഷാജഹാൻ സാർ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാൻ അദ്ദേഹം തന്നെ ആയിരിക്കും. അദ്ദേഹത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അങ്ങനെ സാറ് ഇപ്പം നമുക്ക് എടുത്തു പറയത്തക്ക 1-2 കോയിനുകളെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ പറയാൻ പറ്റുന്ന ഏതെങ്കിലും കോയിനുകൾ? തീർച്ചയായിട്ടും അതിലെല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും ഇതൊരു ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് ഒരിക്കലും നിങ്ങൾ എടുക്കരുത്. ഞാൻ കഴിഞ്ഞ കുറെ നാളുകൾ കൊണ്ട് പഠിച്ച് മനസ്സിലാക്കിയ കാര്യം, ഓഫ് കോഴ്സ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന കറൻസിയായ ബിറ്റ് കോയിൻ തന്നെയാണ്. പക്ഷെ ബിറ്റ് കോയിന്റെ വില കൂടുതലായതുകൊണ്ട് തന്നെ പലരും ചോദിക്കാറുണ്ട് നെക്സ്റ്റ് ഓർ സെക്കൻഡ് ഓർ തേർഡ് ഓപ്ഷൻ. ഓഫ് കോഴ്സ് നെക്സ്റ്റ് ഞാൻ സംസാരിക്കുക എത്തേറിയത്തിനെ കുറിച്ച് തന്നെയായിരുന്നു. ആക്ച്വലി ഈത്തറാണ്. എത്തേറിയം എന്ന് പറഞ്ഞ നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യുന്ന ഈത്തർ എന്ന് പറഞ്ഞ കറൻസി. മൂന്നാമത്തെ ഒരു ഓപ്ഷനോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും BNB എന്ന് പറഞ്ഞൊരു കറൻസി ആയിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ സാറിലേക്ക് വരാം. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം, ഇതിന്റെ അക്കാഡമിക് ആയിട്ട് ഇന്റർനാഷണൽ ആയിട്ട് ഏതെങ്കിലും യൂണിവേഴ്സിറ്റീസോ അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും തരത്തിലുള്ള കോഴ്സോ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? തീർച്ചയായും. ഇപ്പൊ ലോകത്ത് വളരെ വലിയൊരു മാറ്റമാണ് അതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു അമേരിക്ക ബേസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും സീരിയസ് ആയി ബ്ലോക്ക് ചെയിനെ കുറിച്ചും അതിന്റെ സാധ്യതകളെ കുറിച്ചും അവയർനെസ് കൊടുക്കുന്നത്. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ IIT കാൺപൂർ പോലത്തെ സ്ഥലത്തൊക്കെ അതിന്റെ കോഴ്സുകൾ വന്നു. കേരളത്തിൽ കേരള ബ്ലോക്ക് ചെയിൻ അക്കാദമി പറയുന്ന സംഭവങ്ങളുണ്ട്. പ്രൈവറ്റ് ആയിട്ട് ഒരുപാട് ആളുകൾ കോഴ്സുകൾ നടത്തുന്നുണ്ട്. പിന്നെ ഇത് ബേസിക്കലി ഞാൻ പറയുന്ന ഒരു കാര്യം, ഞാൻ വളരെ ഒഫീഷ്യലായി റിസർച്ച് ചെയ്ത ആളാണെങ്കിൽ പോലും ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ടെക്നോളജി ഇത്രയും വളർന്നു നിൽക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഏതെങ്കിലും സംഭവത്തെ കുറിച്ച് പഠിക്കാനോ സബ്ജക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാനോ ഒന്നും പ്രൈവറ്റ് അല്ല, ഒന്നും സീക്രട്ടാണ്. ലോകത്തെല്ലാം ഓപ്പൺ ആണ് ഈ യൂണിവേഴ്സിറ്റി. അപ്പൊ നമുക്ക് ഒരാൾക്ക് ജെന്യൂൻ ആയിട്ട് സബ്ജക്റ്റിനെ കുറിച്ച് അറിയണമെന്നും പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ സോഴ്സസ് ഉണ്ട്. അതിനോട് നമ്മൾ എഫേർട്ട് എടുക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നെ ഇതൊരു നമ്മളിപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് പറയുന്ന പോലെ അല്ലെങ്കിൽ മറ്റൊന്നും പറയുന്ന പോലെ ആളുകൾ ഇതൊരു ഒരു സർട്ടിഫൈഡ് ആയി കോഴ്സ് ചെയ്യുക അല്ലെങ്കിൽ അതൊരു ഡിഗ്രി എടുക്കുക എന്നതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ലോകത്ത് സംഭവിക്കുന്ന ഒരു റവല്യൂഷനാണ്. അതിനെക്കുറിച്ചുള്ള കാര്യമായ അവയർനെസ് ഉണ്ടാക്കുക, മനസ്സിലാക്കുക തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് അവിടെ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു ചർച്ചയിൽ വന്നു. അപ്പൊ ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിച്ച് നിർത്തുകയാണ്. ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യത്ത് ഇപ്പം റീസെന്റ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ യഥാർത്ഥത്തിൽ ക്രിപ്റ്റോ കറൻസി എന്ന ടേമിന് പകരം ക്രിപ്റ്റോ അസറ്റ് എന്ന് പറഞ്ഞൊരു ടേമിലേക്ക് മാറ്റാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു കിട്ടും. എന്തായിരിക്കും അങ്ങനെ ഒരു ടേം യൂസ് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം? കറൻസി എന്ന് പറഞ്ഞൊരു സാധനം വേൾഡ് വൈഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിൽ ക്രിപ്റ്റോ അസറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം അല്ലെങ്കിൽ ഒരു ക്ലാസിഫിക്കേഷനിലേക്ക് വരാനുണ്ടായിട്ടുള്ള ഒരു കാരണം. തീർച്ചയായിട്ടും അതിന് നമ്മൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതിയോ. ക്രിപ്റ്റോ കറൻസിയെ സംബന്ധിച്ചിടത്തോളം അതിനെ നമ്മുടെ സുപ്രീം കോടതി 2020 മാർച്ച് 3-ാം തീയതി സുപ്രധാനമായ വിധിയിലൂടെ അംഗീകരിച്ചിട്ടുണ്ട്. അംഗീകരിച്ചപ്പോൾ പറഞ്ഞത് ഇതൊരു ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നാണ്. അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്.
ഒരിക്കലും ഇതൊരു ഫിയറ്റ് കറൻസി എന്ന് വെച്ചാൽ നമുക്ക് കറൻസിയായി ഒരിക്കലും ഇന്ത്യയിലെ പോലത്തെ സിറ്റുവേഷൻ ഉപയോഗിക്കാൻ ഇപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ടുണ്ടോ സത്യമാണ്. കാരണം നിങ്ങളിപ്പോ ഒരു ബിറ്റ് കോയിൻ കൊടുത്ത് കുറച്ച് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ കൊടുത്ത കറൻസിയുടെ വില കൂടാനും കുറയാനും ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അതിനുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. ഒരിക്കലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ലീഗൽ ടെൻഡറായി നമ്മുടെ നാട്ടിൽ അംഗീകരിച്ചിട്ടില്ല. ബട്ട് ഇതിനെ പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ലീഗൽ ഫ്രെയിംവർക്ക് ആദ്യകാലത്ത് ക്രിപ്റ്റോ റെഗുലേഷൻ ബിൽ എന്നതിനകത്ത് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു വരുന്ന ബഡ്ജറ്റ് സെഷനകത്ത് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അന്ന് പറയുന്നത് ആ റെഗുലേഷനകത്ത് പറയുന്നത് ക്രിപ്റ്റോ അസറ്റ് എന്നുള്ള രീതിയിലാണ് ഇന്ത്യയിൽ ഇത് ഓൾറെഡി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ തന്നെയാണെങ്കിലും ഈ ഒരു വേളയിൽ ഇത്രയും ഒരു ടൈം നമുക്ക് വേണ്ടി മാറ്റി വെച്ച രണ്ടുപേർക്കും എസ്പെഷ്യലി അവസാനമായിട്ട് ഒരു കാര്യം സാർ, എന്റെ ഒരു എക്സൈറ്റ്മെന്റ് പുറത്ത് ചോദിക്കാന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ ക്രിപ്റ്റോയെ കുറിച്ച് സംസാരിച്ചു, ബ്ലോക്ക് ചെയിനെ കുറിച്ച് സംസാരിച്ചു, കറൻസികളെ കുറിച്ച് പോലും സംസാരിച്ചു. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമൺ മാൻ, ആദ്യമായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കറൻസികൾ ഇവിടെ ഉണ്ട്. അപ്പൊ ഒരു കോമൺ വ്യക്തി ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ നല്ല നാണയങ്ങളെയും കള്ള നാണയങ്ങളെയും പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ ചെയ്യാനും പിന്നെ നേരത്തെ കെവിൻ സൂചിപ്പിച്ച പോലത്തെ വളരെ പോപ്പുലറായ കോയിൻസ് ഒക്കെ ചെയ്യാനാണ്. പിന്നെ അതിനുശേഷം നമ്മൾ ഇതിനെക്കുറിച്ചും പഠിച്ച് കൂടുതൽ മനസ്സിലാക്കിയതിന് ശേഷമാണ് അടുത്ത മേഖലയിലേക്ക് പോകുന്നത്. പിന്നെ നമുക്കിത് തിരിച്ചറിയാനുള്ള സാധ്യതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായ ലിസ്റ്റിംഗ് പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇപ്പോൾ കോയിൻ മാർക്കറ്റ് ക്യാപ്പ്, കോയിൻ ഗീക്കോ, കോയിൻസ് മെനു അങ്ങനെയൊക്കെ പറയുന്ന പ്രോപ്പറായ ലിസ്റ്റിംഗ് പ്ലാറ്റ്ഫോമുകളുണ്ട്. ജെന്യുവിനായ എക്സ്ചേഞ്ചുകളുണ്ട്. ഇവിടെയൊക്കെ കോയിൻസ് ലിസ്റ്റ് ചെയ്ത കോയിൻസ് എടുക്കുക. പിന്നെ കുറച്ചുകൂടി ടെക്നിക്കലായി ഇത് അനലൈസ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിപ്പോൾ നമ്മൾ ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് ടെക്നിക്കലി അനലൈസ് ചെയ്യാൻ പറ്റും. അതിന്റെ ലിക്വിഡിറ്റി എന്താണ്, അല്ലെങ്കിൽ പ്രൊജക്ട്സ് എന്താണ്, വൈറ്റ് പേപ്പർ എന്താണ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒരു വലിയ രീതിയിലേക്ക് അതാ ഞാൻ പറഞ്ഞത്, ഒരു ബിഗിനർ എന്ന നിലക്ക് വളരെ സേഫായി കൂടുതൽ ഏറ്റവും സേഫായ സ്ഥലങ്ങളിൽ തന്നെ അവരെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അത് പറഞ്ഞത് കറക്റ്റാണ്. ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഇത്രേ ഉള്ളൂ, ഒരിക്കലും കേട്ടുകളില്ലാത്ത ചില കറൻസികളുമായി നിങ്ങൾ അടുത്തേക്ക് ആൾക്കാർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതൊരിക്കലും ഒരു കമ്പനികൾ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. ഇതൊക്കെ ഡീസെൻട്രലൈസ്ഡ് ആണ്. ഇതൊന്നും ഓണേഴ്സ് ഇല്ല എന്നാണ് അതിന്റെ പ്രധാന രീതി മനസ്സിലാക്കേണ്ടത്. ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുന്ന ഒരു കറൻസികളെ കുറിച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്ചേഞ്ച് ആയ ബൈനാൻസിലോ സിമ്പിളായി പറയാം. അതെ, ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് സജസ്റ്റ് ചെയ്യാം. പക്ഷെ നമുക്ക് ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിനകത്ത് കയറി ഈ കറൻസി ഉണ്ടോ ശരിക്കും, അത് എസ്പെഷ്യലി നല്ലൊരു എക്സ്ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ ലോകത്തിൽ കുറച്ചുകൂടി ഒതന്റിസിറ്റി ഉള്ള എക്സ്ചേഞ്ചിലേക്ക് ബൈനാൻസോ സിറക്സോ സെപ്പയോ അങ്ങനെയൊക്കെയുള്ള എക്സ്ചേഞ്ചുകൾ ഇത് ലിസ്റ്റഡ് ആണോ എന്നുള്ളതിനെ കുറിച്ചുകൂടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ വെറുതെ ഇരുന്നാൽ മതി ഈ കോയിൻ 1 കോടി രൂപയാവും നിങ്ങൾ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിലേക്ക് ദയവ് ചെയ്ത് നിങ്ങൾ കടക്കാതിരിക്കുക. കാരണം അതൊരിക്കലും പോസിബിൾ അല്ല. ഇതിനെക്കുറിച്ച് എല്ലാം നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ കറൻസി ഏത് പ്രൊജക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒത്തിരി പഠിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് വെറുതെ ഇതൊരു പെട്ടെന്ന് റിച്ച് ആവുന്ന സ്കാം പോലെ നിങ്ങൾ ഒരിക്കലും ഇതിനെ കാണുന്നത്, അങ്ങനെ ഒരിക്കലും സംഭവിക്കുന്നത് അല്ല ഇത്. അതുകൊണ്ടാണ് ഇവിടെ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയി മാറുന്നത്. താങ്ക് യു വെരി മച്ച്. അതിന്